സഖ്യകക്ഷികളിൽ JDS-ന് ലഭിച്ച പ്രാധാന്യം പോലും JDU-ന് കിട്ടിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. JDS നേതാവായിട്ടുള്ള HD കുമാരസ്വാമിക്ക് ഹെവി ഇൻഡസ്ട്രീസ് വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലേക്ക് ഒരു കാര്യം പോലും ഐക്യ ജനതാദളിന് കിട്ടിയില്ലെങ്കിൽ അവരുടെ കാര്യം എന്തുമാത്രം ഗതികേടിലായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അത് മാത്രമല്ല, ചിരാഗ് പാസ്വാനും ഭേദപ്പെട്ട വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. നരേന്ദ്രമോദി തനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ, കൂടുതൽ ശ്രദ്ധാകേന്ദ്രം ആകുന്ന വകുപ്പുകൾ കൊടുത്തിരിക്കുന്നു എന്ന പരാതി പരക്കെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. വസതിയും സമയവും തീരുമാനിച്ചിട്ടില്ലെങ്കിലും വളരെ വ്യക്തമായി ചില തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതുണ്ട്. NDA മുന്നണിയിൽ പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പറ്റില്ല എന്ന് കൃത്യമായി NDAയിൽ കാര്യമറിയിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം. നമുക്കറിയാം, BJP സാധാരണയായി വിജയിച്ച 2014-ലും 2019-ലും പാർലമെന്ററി യോഗം കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെങ്കിൽ ഇത്തവണ NDA യോഗം കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ നന്നായി തന്നെ പ്രകടമായിരുന്നു. NDAയിൽ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറുമായിരിക്കും കാര്യങ്ങൾ പൂർണ്ണമായും തീരുമാനിക്കുക എന്ന രീതിയിലേക്ക് വരെ മാധ്യമങ്ങൾ കാര്യങ്ങൾ പടച്ചുവിട്ടു. എന്നാൽ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ഒരു റോളുമില്ല. BJP കൊടുക്കുന്ന ഔദാര്യം അത് വെച്ചുകൊണ്ട് സംതൃപ്തിപ്പെട്ടോളണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് BJPയുടെ രാഷ്ട്രീയ ഹുങ്കാണ് എന്ന് ഇതിനോടകം തന്നെ ചന്ദ്രബാബു നായിഡു വിഭാഗത്തിലുള്ള പ്രമുഖരായവർ പറയുന്നുണ്ട്. നമുക്കറിയാം, ഐക്യ ജനതാദളിലും ചന്ദ്രബാബു നായിഡുവിന്റെ TDPയിലും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ട്. ന്യൂനപക്ഷ MP-മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്നാൽ അവർക്ക് ആർക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതെ അവരെയൊക്കെ ഒതുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ കാഴ്ചവെച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ലാതെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മന്ത്രിസഭ രൂപീകരണം എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെയാണ് അതിനെ കണക്കാക്കേണ്ടത് എന്ന് തന്നെ മറ്റുള്ളവർ പറയുന്നുണ്ട്. ഏതാണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് ഇലക്ഷൻ മാനിഫെസ്റ്റോ നൽകിക്കൊണ്ട് BJP സർക്കാർ അധികാരത്തിൽ വരും, അബ്കി ബാർ എന്ന രീതിയിൽ ഇനി 400 സീറ്റ് എന്ന ഒരു വിപുലീകരണം, അതൊക്കെ ദിവാസ്വപ്നം കണ്ടു നടന്ന BJPയുടെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു ഇക്കുറി സംഭവിച്ചത്. എന്നാൽ അത് മാത്രമല്ല, ഇരു നേതാക്കളും പരസ്പരം കൂടിക്കാഴ്ച നടത്തി കൂടുതൽ ധാരണയിലേക്ക് കൊണ്ടുപോകണം എന്ന ഒരു വലിയ വാശിയേറിയ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം 16ഉം 12 കൂടിയായി 28 ലോക്സഭാ സീറ്റുകളാണ് ഇരു നേതാക്കന്മാർക്കുമായി ഉള്ളത്. BJPക്ക് കേവലം 240 ഉള്ളൂ. തീർച്ചയായും NDAയിൽ ഇവർ പ്രാധാന്യം അർഹിക്കുന്നു എന്നത് കാണിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്.